രാവിലെ ഞാൻ ഇപ്പം എണീറ്റല്ലേ. ഷിൻചാനൊക്കെ ഇപ്പം നേരത്തെ എണീക്കാൻ തുടങ്ങി കേട്ടോ. നമുക്ക് ഓടിപ്പോയി ഷിൻചാൻ്റെ അടുത്തൊന്ന് പറയോ. ശരിയടാ, ഷിൻചാൻ നമ്മളെ ചീത്ത പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും ഗൈസ്? കാറിനിപ്പോൾ അവൻ ചെയ്യാം. നമ്മുടെ കളക്ഷനൊക്കെ നമ്മൾ സേഫായിട്ട് സ്ഥലത്ത് വെച്ചിട്ടുണ്ട്, അതവനറിയില്ല. എന്ത് ചെയ്യും ഗൈസ്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? ഐഡിയ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. എന്ത് ചെയ്യും? ആ, ഡൊമിങ്കോസിൻ്റെ അടുത്ത് പറയാമല്ലോ. ഗാനം വിളിച്ചോ. ഡൊമിങ്കോസ്, എടാ നിനക്ക് വല്ല കാറിൻ്റെ കാര്യമാണ്. നീ തരുന്നില്ല എന്ത്? ഇവിടെ നന്നായിട്ട് വിഷയത്തിന് പുള്ളിക്കൊണ്ട് 700 കയറുണ്ട്. ആണോ? ലൊക്കേഷൻ എൻ്റെ വീട്ടിലേക്ക് വന്നോതിന് എന്നാ. ശരിയാടാ, ഞാൻ വരാം. ശരിയാടാ, ഞാൻ റെഡി ആയിട്ടിരിക്കും. ഇവിടെ സീൻ മെസ്സിയുടെ കാറല്ലേ. മെസ്സിയൊക്കെ എന്ത് വലിയ ആളായിരിക്കും. ഉൾക്കൊണ്ട് കാർക്കൻ്റെ സീനാട്ടാ. പെട്ടെന്ന് നമുക്ക് ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് പോയി കാര്യങ്ങളൊക്കെ എന്താ പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ലൊക്കേഷനൊക്കെ അറിഞ്ഞിട്ടും വരാം. ഈ ലൊക്കേഷൻ എവിടേക്ക്? ഷിൻചാനെ, ഞാൻ കാറടിച്ച് മാറ്റാൻ പോവാടാ. നിനക്ക് ഞാൻ ഇപ്പം കാണിച്ചു തരാം. ഞാൻ ഇപ്പം ഒരു കാറെടുത്തോണ്ട്. ശരി, വാചകം അടിക്കാണ്ട് പോയി കാറെടുത്തിട്ട് നോക്കാം. ഷിൻചാൻ നമ്മൾ നല്ലൊരു വെല്ലുവിളി വിളിച്ചിരിക്കുന്നു. നമുക്കത് അവന് കാണിച്ചു കൊടുക്കാം. അവനറിയില്ലല്ലോ നമ്മൾ മെസ്സിയുടെ കാറാണ് അടിച്ചു മാറ്റാൻ പോയതെന്ന്. നമുക്കിനി പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ വീട്ടിൽ പോയി കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഇടണം. എൻ്റെ ഈഗോനെ തൊട്ടാണ് അവൻ കളിച്ചേക്കണം. ഞാൻ കാണിച്ചു തരാം. അയ്യോ, പഞ്ചിലയിലോ കടിച്ചു, എവിടെയോ കൊണ്ട് ഇടിച്ച് കയറ്റി. സീനില്ല. നമുക്കിനി ഈ വഴി പോവാം. ഇനി എന്തൊക്കെ ബാറ്റിലൊക്കെ ഉണ്ടോ ദൈവത്തിനറിയാം. ഇതുവരെ ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഇടിച്ച് എല്ലായിടത്തും പോയി ഇടിക്കലാണെന്ന്. ഡോറും പറഞ്ഞു പോയി. സന്തോഷമായി. എനിക്കൊന്ന് ഭയങ്കര ബാറ്റിലൊക്കെ കണ്ടിരുന്നു. ഈ ബാറ്റിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. ഒന്ന് എൻ്റെ ബാറ്റിലൊക്കെ മാറിയേക്കും. എന്തോ വേണം മറിഞ്ഞ? ഇല്ല ഇതുവരെയായിട്ടും മറിഞ്ഞിട്ടില്ല. ഇടിച്ച് ഡിഫൻഡറിനെ പോയി ഇടിച്ച്. ഒന്നും പറ്റി കാണൂലേക്കല്ലേ. ഈ വണ്ടി പവറാടാ. ഒന്നും പറ്റാത്ത പോലെ ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ നമ്മളെ ഡൊമിങ്കോസിൻ്റെ വീട് ഇവിടെ എത്തി. ഇടിക്കില്ല. നമുക്കേ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ മറ്റേ ഇന്നലെ നിങ്ങൾ കണ്ടായിരുന്നല്ലേ, പോയി ഇടിച്ച് കയറ്റും. ഇങ്ങനെ എല്ലാം കൂടി കൊല്ലുന്നു കിടന്നു. നമുക്ക് പെട്ടെന്ന് ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് ഓടാം ഗൈസ്. അവന് നമുക്ക് എല്ലാ പ്ലാനും സെറ്റാക്കി തരും. ഇവന് പ്ലാൻ ചെയ്യാൻ മാത്രമല്ലേ, അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഞാനാണ് കിട്ടുക. പക്ഷെ നമ്മളാണല്ലോ പ്ലാൻ വിളിച്ച് ചോദിക്കണം. എക്സിക്യൂട്ട് ചെയ്യേണ്ടത് നമ്മളെ കാര്യം. ഇപ്പോൾ സെൻസറൊക്കെ അവൻ ശരിയാക്കിയെന്ന് തോന്നണം ഗൈസ്. ഉണ്ടോ? പെട്ടെന്ന് പറഞ്ഞു നമുക്ക് അവൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോയി കാര്യങ്ങൾ അന്വേഷിക്കാം. മെസ്സിയുടെ കാർ ഇവൻ കള്ളം പറയണതാണോ എന്ന് എനിക്കറിയില്ല. നമുക്ക് പെട്ടെന്ന് പോയി ചോദിച്ചു നോക്കാം ഗൈസ്. എടാ എന്തോന്ന് മെസ്സിയുടെ മാച്ചിനെന്തോ ഒന്നാണ്. അപ്പോൾ മെസ്സിയുടെ കാറ് കൺസൈറ്റ് ആണ് തോന്നുന്നു. നമുക്ക് ലൊക്കേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഡൊമിങ്കോസ് പറഞ്ഞിട്ടല്ലേ, അവനിപ്പോൾ സംസാരിക്കൊന്നുമില്ല. കോഴ എന്നാണ് വർത്തമാനം പറയണത്. ഞാൻ ഒരു വട്ടം വിശദീകരിച്ച് തരാം. എന്താണെന്ന് വെച്ചാൽ, മെസ്സി ഇവിടെ മാച്ചിനാണ് വന്നത്. മാച്ചിന് വന്ന മെസ്സി നമ്മളാരും കാണാതിരിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ്റെ എമറാൾഡ് കാറ് കൺസൈറ്റിൽ കൊണ്ടുപോയി ഇട്ടു. പുള്ളിക്കാരൻ്റെ വീട് അവിടെ അടുത്താണ്. എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ ഭയങ്കര ഫേമസ് ആണല്ലോ. ഫാൻസ് ഒന്നും ചെല്ലാതിരിക്കാണ്ട് വീട് അങ്ങനെയാണ് സെറ്റ് അവിടെ റെഡിയാക്കി വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ അടുത്താണല്ലോ കൺസ്ട്രക്ഷൻ സൈറ്റ്. അപ്പം അവിടെ അങ്ങോട്ട് നമ്മളിപ്പോൾ പോയി കാറടിച്ച് മാറ്റണം. അതാണ് നമ്മുടെ ടാസ്ക് എന്ന് വെച്ചാൽ എൻ്റെ ആവശ്യം. നമുക്ക് പെട്ടെന്ന് മെസ്സിയുടെ കാറടിച്ച് മാറ്റുമ്പോൾ ഇവരാണ് ഗൈസ്. നല്ല കാശ് കിട്ടും വിറ്റാൻ. പക്ഷേ നമ്മുടെ കളക്ഷൻ്റെ ഭാഗമാണ്, വിൽക്കാനല്ല. പക്ഷെ വേറൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട് ഇതിന്. എന്ന് വെച്ചാൽ നമ്മുടെ കാറ്, ഈ കാറ് ഞാൻ കണ്ടില്ല, ഡോറൊക്കെ പറന്നൊക്കെയാണ് പോണത്. അതുപോലെ അങ്ങനെ ഓടിച്ചിടിച്ച് കയറ്റിയ മോനെ കോടികളാവും ഇത് ശരിയാക്കാൻ തന്നെ. പിന്നെ പറയണ്ട, കോടികളായും നമുക്കിത് ശരിയാക്കാം. കണ്ടല്ല, ഇതുപോലെയൊക്കെ ഞാനങ്ങനെ ഓടിച്ചാൽ പിന്നെ തീർന്നു.
അയ്യോ ഈ കൺസിസ്റ്റൻസിയെ കൊണ്ട് പഴി ഞാൻ പറഞ്ഞത് കാരണം നിങ്ങൾക്ക് എൻ്റെ പിന്നെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം. ഞാൻ ആകെ ഒരു വട്ടം കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയിട്ടുള്ളൂ. പിന്നെ ഒരു വട്ടം ഞാൻ പോയിട്ടേ ഇല്ല ഗൈസ്. കാരണം ഞാൻ വഴിയൊക്കെ മറന്നുപോയി. എന്നാലും അയ്യോ 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 മറിഞ്ഞു ഇതുപോലെയൊക്കെ ഞാൻ മെസ്സിയുടെ കാറെങ്ങാനെടുത്ത് ഓടിച്ചാൽ മോനെ പാള് ഗൈസ്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ പോലീസ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ നല്ല കെയർഫുള്ളായിരിക്കണം. ഈ നേരെ കണ്ണാണ് മെസ്സിയുടെ ആഡംബരമായ വീട്. പുള്ളിക്കാരൻ ഇവിടെ ഒരാഴ്ചയൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ചിലപ്പോൾ മെസ്സിനെ കാണാനൊക്കെ പോവും. പുള്ളിക്കാരൻ്റെ കാറിൻ്റെ കാര്യം നമുക്ക് സീക്രറ്റാക്കി വെക്കാം. നമ്മുടെ ഇടയിലുള്ള സീക്രറ്റാണ്, ഇതാരോടും പറയല്ലേ. അപ്പോൾ നമ്മൾ പുള്ളിക്കാരനെ കാണാൻ പോവും. ഇന്നലെ മോഹൻലാലിനെ കണ്ടൊരു പുള്ളിക്കാരൻ്റെ അടുത്ത് ഓട്ടോഗ്രാഫൊക്കെ മേടിക്കും. പോലീസുകാരുണ്ടെങ്കിൽ പിന്നെ പണി പാടും ഗൈസ്. ഈ കൺസർവേറ്റിന് ഓപ്പണിങ് ഇല്ലെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ ഇടാം. ഇവിടെ ഇട്ടിട്ട് മതിൽ പോവാം. അതായിരിക്കും ബുദ്ധി. ഇവിടെ ഇടണോ അതോ ഇപ്പുറത്ത് പോയി നോക്കാം അല്ലേ? ഇപ്പുറത്ത് ചിലപ്പോൾ ഓപ്പണിങ് ഉണ്ടെങ്കിൽ ഗൈസ്. ഇത് ഓപ്പണിങ് ഇല്ലട്ടെ. ഇവർ ഇട്ടുകൊണ്ട് പോയപ്പോൾ ഇതെല്ലാം അടച്ചു മൂടിക്കളഞ്ഞു. പിന്നെ മെസ്സിയുടെ കാർ ക്രീം കൊണ്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് ചാടി കിടക്കാം. അയ്യോ ബാലൻസ് സെറ്റ് ഗൈസ്. അയ്യോ വീണ് എൻ്റെ നാട്ടിൽ പോയി ഗൈസ്. നാട്ടിൽ എടുക്കണ സീനില്ല. എൻ്റെ ആവശ്യമില്ല, എന്ത് പറയാനാണ്. നമുക്ക് പെട്ടെന്ന് പോകാൻ ഗൈസ്. പുള്ളിക്കാരൻ്റെ സൂപ്പറാണെന്ന് പറഞ്ഞാൽ എമറാൾഡ് സൂപ്പർ പൊളി. എമറാൾഡ് സൂപ്പറാണ് ഗൈസ്. എൻ്റെ മോനെ ഇതെങ്ങാനും ചേച്ചിയെ നല്ല ഗൈസ്. ഇത് മെസ്സി കൊണ്ട് നോക്കി ഇവിടെ പോയി വിളിച്ചു നോക്കാൻ പറ്റുന്നു. പുള്ളിക്കാരൻ ഇപ്പോഴങ്ങനെ പോകാം. എനിക്ക് തോന്നുന്നു നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്താൽ പുള്ളിക്കാരൻ പോകുള്ളൂ. നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. പോയി നോക്കാം. മെസ്സി ഉണ്ടാവില്ലേ? ഇപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് അഭിപ്രായം. പോയി ഗായ്സ്, മെസ്സി പോയി ഗായ്സ്. സോ ഗായ്സ് നമുക്ക് പെട്ടെന്ന് പോയി മെസ്സിയുടെ കാർ എടുക്കാം. ഗായ്സ്. ഇത് എന്ത് ലക്ഷറി കാറാണ്. സീനാണ് കേട്ടോ ഗായ്സ്. ഇങ്ങനത്തെ കാറൊക്കെ കിട്ടണത് നമ്മുടെ ഭാഗ്യം. ഈ കാറ് പൊളിയാണ് ഗൈസ്. ഇതിൻ്റെ ഓപ്പണിങ് ഇല്ല. ഞാൻ ഈ കാറിനെ എടുത്ത് തുളച്ചോണ്ട് കൊണ്ടുപോകണം. നേരത്തെ പിന്നെ നമ്മുടെ ഡിഫൻഡർ വന്നാണ് നമുക്ക് ചാടി വരാം, അത് സീനില്ല. ഇതിൻ്റെ ഓപ്പണിങ് ഞാൻ അതിൻ്റെ ഓപ്പണിങ് കണ്ടുപിടിച്ചിട്ട് കാര്യമുള്ളൂ. നമുക്ക് നോക്കാം എൻ്റെ ഓപ്പണിങ് എവിടെയെങ്കിലും ഉണ്ടോ ഗൈസ്. ഇവിടെ ഓപ്പണിങ് ഉണ്ടായിരുന്നു ഗൈസ്. അല്ല നമ്മൾ മയിലാടിയാന്ന് നന്നായി, അല്ലേ മെസ്സി നമ്മളെ കണ്ടേനെ. അപ്പം ബുദ്ധിപരമായ നീക്കമായിരുന്നു. എന്തായാലും അറിയാതെ ഏതായെങ്കിലും ആ ബുദ്ധിപരമായ നീക്കമായിരുന്നു ഗൈസ്. ഇല്ല സീനില്ല. ഇതുവരെ ഒരു വിഷയമില്ല ഗൈസ്. കാരണം നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തായിരുന്നു. അത് കാരണം മെസ്സി വരെ അവിടെ നിന്ന് പോയി ഗൈസ്. എനിക്കൊന്ന് പുള്ളിക്കാരൻ പ്രാക്ടീസ് കഴിഞ്ഞ് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് ഇട്ടായിരിക്കും, അതായിരിക്കും സംഭവം. പെട്ടെന്ന് പുള്ളിക്കാരൻ പോയി. അടുത്താണുള്ള വീട്, ആ പുള്ളിക്കാരൻ പെട്ടെന്ന് പോയി ഗൈസ്. നമുക്ക് പെട്ടെന്ന് ഷിൻഷാൻ്റെ അടുത്തേക്ക് പോവാം. പെട്ടെന്ന് പോവാം ഗൈസ്. നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. നമ്മുടെ വീട് എവിടെ? വന്ന വഴി മറന്നു പോയെന്ന് തോന്നുന്നത്. ഗൈസ് നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോവാം. വീടിൻ്റെ വഴി ശരിക്കും മറന്നു പോയിരിക്കുന്നു ഗൈസ്. ഇത് എപ്പോഴാണ് ഞാൻ വന്ന് ഇതേ പോലീസ് സ്റ്റേഷൻ എയർപോർട്ട്. ഇനി നമുക്ക് പെട്ടെന്ന് പോവാം, കാരണം നമുക്കറിയാലോ പോലീസ് സ്റ്റേഷൻ എയർപോർട്ടിൻ്റെ അടുത്താണ് നമ്മുടെ സ്വീറ്റ്. പോയി ഗൈസ്. എന്തോ തെരച്ചു ഗൈസ്. നമുക്ക് പെട്ടെന്ന് നോക്കാം. അത് എന്താ ഡോറായിരുന്നു ഗൈസ്. എന്ത് പറയാൻ ഡോർ അടിച്ചു പോയി. സീനില്ല. കാർട്ട് നമ്മൾ നേരെ നമ്മുടെ കൂട്ടുകാരൻ്റെ വർക്ക്ഷോപ്പിൽ വന്നാണ് വീണത്. ഇതൊക്കെയാണ് അൾട്രാ ലക്ക് ഫോട്ടായിട്ടാ നമ്മുടെ സ്ഥിരം പരിപാടി. പുറകിൽ പോകുന്നു, വിളിക്കുന്നു, കാർ സെറ്റാക്കുന്നു. ഇതൊക്കെ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് ആ തൂണിൻ്റെ അവിടെ പോയി നോക്കാം. അവൻ പെട്ടെന്ന് ശരിയാക്കി തരാം. എടാ പ്രദീപ്, എൻ്റെ കാറൊന്ന് ശരിയാക്കി തരുമോ? ഇത് ഒറ്റ സെക്കൻഡിൽ ഞാൻ ഇപ്പം ശരിയാക്കി തരുമോ? ശരിയാടാ ഗൈസ്. അവൻ വിശ്വസിച്ചു. ഇതെപ്പോൾ കിട്ടും? നമുക്ക് അത്രയും തന്നെ കാത്തിരി. ഗൈസ് നമ്മുടെ കാറ് കിട്ടിയിരിക്കുന്നു. എത്ര പെട്ടെന്ന്. ഞാനേ അവനോട് കാറിൻ്റെ പെയിൻറ് പറഞ്ഞ് മാറ്റിച്ചായിരുന്നു. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഈ പോലീസുകാരെങ്ങാനും അന്വേഷിച്ചു വന്നാൽ പിന്നെ സീനാവും ഗൈസ്. പക്ഷേ ഇത് എമറാൾഡ് കാറാണ്, പ്യുവറാണ്. നമുക്ക്
വിൽക്കാൻ നേരത്ത് ഇതിൻ്റെ റിമൂവ് ചെയ്താൽ ഈ പെയിൻറ്റ്, കാരണം ഇത് സ്പെഷ്യൽ ടൈപ്പ് പെയിൻ്റാണ്, ഇത് റിമൂവ് ചെയ്യാൻ പറ്റും. സോ ഗൈസ് നമുക്ക് പെട്ടെന്ന് പോകാം. ഇല്ല, വീടിൻ്റെ വഴി ഞാൻ മറന്നിട്ടില്ല. ഓർമ്മ വന്ന്. ഓ ഗൈസ്, നമ്മളെ വഴി മാറിപ്പോയി എന്നാണ് തോന്നുന്നത്. ഞാൻ വീടിൻ്റെ വഴി ഇങ്ങനെ ഗൈസ് നാളെ തൊട്ടും മറ്റേ സയൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് മറവിയുടെ ഗുളിക മേടിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോകും. ഇപ്പം എന്തോ ഒരു മൗസ് ക്ലിക്ക് ചെയ്യില്ല നമ്മൾ കമ്പ്യൂട്ടറിൽ, അതുപോലെ വെളിവ് വന്നാണ്. ഇങ്ങനെയാണ്, എന്ത് പറയാനാണ്. ഓസീൻ്റെ ഇതുവരെ ഞാൻ ബ്രേക്ക് പിടിച്ചാണ് നമുക്കൊരു ഡ്രിഫ്റ്റൊക്കെ മറിഞ്ഞില്ല. നമുക്കിനി മാസ് കളിക്കാൻ ഷിൻചാൻ്റെ അടുത്ത് പോയിട്ട്, അവൻ എന്നെ ചീത്ത പറഞ്ഞ് ഓടിച്ചല്ലേ. ഇവിടെ വേണ്ട, നമുക്ക് നമ്മുടെ പാർക്കിംഗ് സ്പോട്ടിൽ കൊണ്ടുപോയിടാം. എന്നിട്ട് അവനെ ഞാൻ കാണിച്ചു കൊടുക്കാം. നമ്മൾ മാസമായിട്ട് പടയെന്നാണ് പാർക്കിങ്. ഷിൻചാൻ വിചാരിക്കും നമ്മൾ ഭയങ്കര ഭീകരന്മാരാണെന്ന്. പക്ഷെ ഒരു ഇടി എന്നാൽ ഷിൻചാൻ അറിയില്ലല്ലോ. നമുക്ക് പെട്ടെന്ന് ഷിൻചാനെ കണ്ടടാ കാറ്. ഞങ്ങൾ പറഞ്ഞതിന് ക്ഷമിക്കണം ഫ്രാങ്ക്ലോയ്, പുലി തന്നെയാ. ഗൈസ്, നിങ്ങളെന്നെ കണ്ടതല്ലേ, നമ്മൾ ഷിൻചാൻ്റെ വായ അടപ്പിച്ചിരിക്കുന്നു. വിളിച്ച വായ കൊണ്ട് തന്നെ അങ്ങോട്ട് അടപ്പിച്ചിരിക്കുന്നത്. ഗൈസ്, നിങ്ങൾക്ക് എൻ്റെ കാറ് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് അങ്ങോട്ട് ഞെക്കി വെച്ചേക്ക്, ആവശ്യം വരും.